എന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് ഈ അടുത്ത കാലത്ത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ മുടിയിൽ നേരെ വരും, നമ്മളുടെ മുഖത്ത് ചുഴി വരും, നമ്മളുടെ മുഖത്തിന്റെ ഒരു അപ്പിയറൻസിലൊക്കെ നമുക്ക് മാറ്റം വരും അല്ലേ? എന്നിട്ടും പല സ്ത്രീകളെ നമ്മൾ കാണുമ്പോൾ അവർ പഴയതിലും ഭയങ്കര സുന്ദരിയായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും. അതിന് കാരണം മേക്കപ്പ് മാത്രമാണ് അല്ലല്ലേ? നമ്മുടെ പ്രായത്തിനൊപ്പം മാറുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം ആത്മവിശ്വാസം. ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയെ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങും. നമ്മളൊക്കെ എത്ര കാര്യങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന എത്ര പേര് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്ന വിചാരിച്ചിട്ട് എന്തൊക്കെ അത്രയും കഴിവുള്ള മനുഷ്യർ പല കാര്യങ്ങളും മാറ്റി വെക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും നമ്മൾ ഭയങ്കര കൺസേൺ ആയിരിക്കും അല്ലേ? ഇതെനിക്ക് ചേരുമോ, ഇനി മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? പക്ഷെ ജീവിതത്തിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് വന്നാൽ നമ്മൾ പതിയെ മനസ്സിലാക്കും കാര്യങ്ങൾ. എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നതൊക്കെ കുറയും. ഞാൻ ഇങ്ങനെയൊക്കെ നടന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ നമ്മൾക്ക് വരും. അത് തന്നെയാണ് നമ്മൾക്കൊരു വലിയൊരു ആത്മവിശ്വാസമായിട്ട് പിന്നീട് മാറുന്നതും. ഈ ആത്മവിശ്വാസത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. സുന്ദരമായ മുഖമുള്ള ഒരു സ്ത്രീനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. പക്ഷെ ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീനെ നമ്മൾ ഒരിക്കലും മറക്കില്ല, അവരെപ്പോഴും നമ്മൾ ഓർമ്മിക്കും. സെക്കൻഡ് പാർട്ട്, സെൽഫ് ലവ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. മിക്ക സ്ത്രീകളും കുടുംബം, കുട്ടികള്, ജോലി, അവരുടെ ഹസ്ബൻഡ്, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കും, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം. ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയും, സെൽഫിഷ്നെസ് അല്ല നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് അതൊരു സെൽഫിഷ്നെസിന്റെ ഭാഗമല്ല, അത് നമ്മളെ സെൽഫ് ലവിന്റെ ഭാഗമാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ അപ്രൂവൽ ഇല്ലെങ്കിലും നമ്മളുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് സെൽഫ് ലവ്, അതാണ് സെൽഫ് ലവിന്റെ ശക്തി. തേർഡ് പോയിന്റ്, സെൽഫ് കെയർ. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് നമ്മുടെ സെൽഫ് കെയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസീവായ സ്കിൻ കെയർ, സ്പാ, നമ്മള് ബ്യൂട്ടി പാർലറിൽ പോവുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ സെൽഫ് കെയർ അതിലും വലിയൊരു കാര്യമാണ്. രാത്രിയിൽ നമ്മൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുക, കുറച്ച് സമയം നടക്കുന്നത്, മനസ്സ് ക്ഷീണിക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കുന്നത്, എല്ലാവരോടും യെസ് പറയാതെ ആവശ്യമുള്ളിടത്ത് നോ പറയാൻ പഠിക്കുന്നത്, ഒക്കെയാണ് യഥാർത്ഥ സെൽഫ് കെയർ. കാരണം നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ പരിചരിക്കുന്നത് എന്നത് നമ്മളുടെ മുഖത്തും നമ്മളുടെ ശരീരത്തും നമ്മളുടെ ബോഡി ലാംഗ്വേജിലും എല്ലാം കാണാൻ പറ്റും. സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഗ്ലോ ഉണ്ടാവും. അതൊരിക്കലും ഒരു ക്രീമിനും ഒരു ബ്യൂട്ടി പാർലറിനും തരാൻ പറ്റാത്തൊരു കാര്യമാണ്. ഫോർത്ത് പോയിന്റ്, നോ പറയാൻ പഠിക്കും. ചെറുപ്പത്തിൽ നമ്മൾ പലപ്പോഴും എല്ലാവരെയും സന്തോഷിക്കാൻ ശ്രമിക്കും അല്ലേ? ആർക്കെങ്കിലും വിഷമമാവോ, ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഞാൻ നോ പറയുമ്പോൾ അവരെന്നെ പറ്റി എന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അവർക്ക് സമ്മതിച്ചു കൊടുക്കും. പക്ഷെ പ്രായം കൂടുന്നവർ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, നോ പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, നമ്മളുടെ പീസും വളരെ വിലപ്പെട്ടതാണ്, അതിലും വിലപ്പെട്ടതാണ് നമ്മളുടെ എനർജി. അതിന് നമ്മൾ നിരന്തരം തളർത്തുന്ന ആളുകളിൽ നിന്നായാലും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നായാലും നമ്മളൊരു ഡിസ്റ്റൻസ് ഇടാൻ പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ ഭാരം താനേ കുറയും. മനസ്സിലെ ഭാരം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശാന്തതയ്ക്കും അതും ഒരു സൗന്ദര്യമാണ്. ഫിഫ്ത്ത് പോയിന്റ്, നമുക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തുക. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും കുറവ് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അവർക്ക് വേണ്ടിയുള്ള സമയമാണ്. സ്വന്തം സമയം. എല്ലാവർക്കും സമയം കൊടുക്കാനുണ്ട്. കുടുംബത്തിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ, ഇലോസിന്റെ കാര്യങ്ങൾ, എല്ലാവരുടെ കാര്യങ്ങളും നോക്കും. പക്ഷെ സ്വന്തം കാര്യങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് സമയമില്ല. അതുകൊണ്ട് ഒരു ദിവസത്തിലെ ഫുൾ ഡേ നമ്മൾക്ക് വേണ്ട. ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ്സ് ആയാലും മതി. ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള ഒരു പുസ്തകത്തിന്റെ ഒരു 2 പേജ് വായിക്കുക, ഒന്ന് നടക്കാൻ പോവുക, ഇഷ്ടമുള്ള ഒരു ഹോബിക്ക് വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക, ഒറ്റയ്ക്കിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഒരു 10 മിനിറ്റ്സോ 20 മിനിറ്റ്സ് വെറുതെ ഇരിക്കുക. ഇതൊന്നും സമയം പാഴാക്കലല്ല ഒരിക്കലും. ഇത് നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. കാരണം സന്തോഷമുള്ള ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവരുടെ മുഖത്ത് മാത്രമല്ല, അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സ്വഭാവത്തിലും എല്ലാം കാണാൻ പറ്റും. 6th പോയിന്റ്,
ജീവിതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറും. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കും. എല്ലാ കാര്യവും പെർഫെക്റ്റ് ആവണമെന്നില്ല, എല്ലാവരും ഏത് സമയവും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും അല്ല, എല്ലാ സ്വപ്നങ്ങളും ഒരേ സമയം നടക്കണമെന്നില്ല. പക്ഷെ അതൊക്കെ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് അംഗീകരിക്കാൻ പഠിക്കും. ഇതാണ് മെച്യൂരിറ്റി. ഇന്നലെ നമ്മളെ കരയിപ്പിച്ചൊരു കാര്യം ഇന്ന് നമുക്ക് അത്രയും നമ്മളെ ബാധിക്കണം എന്നില്ല. കാരണം ജീവിതം നമ്മളെ പഠിപ്പിക്കും എവിടെ നമ്മൾ എനർജി കൊടുക്കണം, എവിടെ നമ്മൾ വിട്ടുകൊടുക്കണം എന്നൊക്കെ. ഈ ഒരു ഇന്നർ പീസാണ് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ സുന്ദരികളായി നമുക്ക് തോന്നുന്നതും. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് വന്ന് ചുളിവോ അതല്ലെങ്കിൽ മുടിയിൽ വന്ന് നരയോ കണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. അതിൻ്റെ പിന്നിൽ നിങ്ങൾ ചിരിച്ച കുറേ ദിവസങ്ങളുണ്ടല്ലേ, നിങ്ങൾ കരഞ്ഞു തീർത്ത കുറേ രാത്രികളുണ്ടല്ലേ, നിങ്ങൾ തരണം ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പഠിച്ച കുറേ പാഠങ്ങളുണ്ട്, നിങ്ങൾ വളർന്നു വന്ന ഒരു ജീവിതമുണ്ട്. നിങ്ങളുടെ മുഖത്തുള്ള ഓരോ മാറ്റവും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കഥയാണ്. അതുകൊണ്ട് പ്രായം കൂടുന്നതിനെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട. പ്രായം കൂടുന്നത് ഒരിക്കലും ഒരു സൗന്ദര്യം നഷ്ടപ്പെടുന്നതല്ല അല്ലേ. നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതാണ്. പഠിക്കുക, സെൽഫ് കെയർ ചെയ്യുക, നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പോൾ നിങ്ങൾ നോ പറയുക. മറ്റുള്ളവരുടെ അപ്രൂവലിനെക്കാളും നിങ്ങളുടെ സ്വന്തം ഹാപ്പിനെസ്സിനെ മാത്രം പ്രയോറിറ്റി നൽകുക. കാരണം സൗന്ദര്യം നമ്മൾ കണ്ണാടി കാണുന്ന നമ്മുടെ മുഖം മാത്രമല്ല, നമ്മളെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളതും നമ്മളുടെ മനസ്സിൽ എത്ര സമാധാനമുണ്ട് എന്നുള്ളതും എത്ര ആത്മവിശ്വാസത്തോടു കൂടി നമ്മളുടെ ജീവിതത്തെ നേടുന്നു എന്നതിനൊക്കെ കണക്കാക്കിയാണ് നമ്മളുടെ ഒക്കെ സൗന്ദര്യം. ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു വേർഷൻ നിങ്ങളുടെ 20s 30s ഒന്നും ആയിരിക്കില്ല, ഇപ്പോഴായിരിക്കും അല്ലേ. അത് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു നിമിഷം മുതൽ നിങ്ങൾ ഏറ്റവും സുന്ദരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് പറ്റിയ മലയാളത്തിൽ വീണ്ടും കാണാം. നിങ്ങളുടെ മികച്ച പതിപ്പിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങാണ്.